ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. കൃഷ്ണ ഇങ്ങോട്ട് വരാനേ പോകുന്നില്ല. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കേ. ചെല്. പൂജയോടൊപ്പം തന്നെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സും നമ്മൾ കാണിക്കണം. നാഗരാജാവിന്റെയും നാഗയക്ഷിയമ്മയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സ്വാരസ്യങ്ങളും പമ്പ കടക്കും. അതാണ് ഇവിടുത്തെ വിശ്വാസം. മനസ്സിലായോ മോൾക്ക്? മനസ്സിലായി തിരുമേനി. കൃഷ്ണമോക്കും കൂട്ടുകാരിക്കും എവിടെയാ താമസം ഒരുക്കിയിരിക്കുന്നേ? നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ തിരുമേനി. എങ്കിൽ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തോ. ശരി. ആ വരൂ. എങ്കിൽ നിങ്ങൾ പോയി വിശ്രമിക്കൂ. വൈകുന്നേരം വന്നാ മതി. ശരി. അല്ല, എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പൂജയിൽ പങ്കെടുക്കായിരുന്നു അല്ലേ? അതെ, 3 വർഷം കഴിഞ്ഞ് അടുത്ത തവണ അമ്പലം തുറക്കുമ്പോ നീ നിന്റെ ഭർത്താവുമായിട്ട് ഇങ്ങോട്ട് വരണം. പക്ഷേ അതിനു മുമ്പ് ഒരാളെ കണ്ടുപിടിക്കണം. സിനി ഗാഥ ഇങ്ങ് വന്നില്ലേ? അമ്പലമൊക്കെ കണ്ടിട്ട് ഇങ്ങ് വന്നോളാന്ന് പറഞ്ഞു മാം. ഓക്കെ. അല്ല മാം, ഈ പൂജ കൊണ്ട് ഗാഥാ മാഡത്തിന്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ തീരുമോ? തീരണം. ഇവിടുത്തെ പൂജകളെല്ലാം ചെയ്തിട്ട് ധാരാളം പേരുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം മാറിയതായിട്ട് ഞാൻ അറിഞ്ഞത്. എന്നാ പിന്നെ ഞാനും ഒന്ന് പരീക്ഷിച്ചു നോക്കാന്ന് കരുതി. അപ്പോ നവീനും വേണ്ടേ? 2 പേരും പൂജയ്ക്ക് പങ്കെടുക്കണമെന്നല്ലേ അന്ന് പറഞ്ഞത്? നവീനും നമ്മോടൊപ്പം വരാനായിട്ട് ഇറങ്ങിയതാ. എന്തോ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് വന്നിട്ടുണ്ടെന്നോ. നവീനും മാണിക്കുഞ്ഞും നാളെ പൂജയ്ക്ക് മുമ്പെത്തും. മമ്മി, എങ്ങനെയുണ്ട് അമ്പലവും പരിസരവും ഒക്കെ? ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ മോക്ക് ഇഷ്ടമായി കാണുന്ന മമ്മിക്കറിയാം. മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാ മമ്മി. പിന്നെ ഇവിടെ പൂജയ്ക്ക് കുറെ ആൾക്കാരും വന്നിട്ടുണ്ട്. ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. പൂജയുടെ ആദ്യ ദിവസമായ നാളെ ഭാര്യമാര് മാത്രം പങ്കെടുത്താ മതി. മറ്റന്നാളാണ് പ്രധാനപ്പെട്ട ദമ്പതി പൂജ. അതിന് 2 പേരും വേണം. ഒരു ടെൻഷനും വേണ്ട മോളെ, നവീൻ നാളെ തന്നെ എത്തും. എന്റെ ടെൻഷൻ അതല്ല. ആ കൃഷ്ണ എങ്ങാനും ഈ പൂജയുടെ കാര്യം അറിഞ്ഞ പിന്നെ അവളും നവീനും കൂടി ആയിരിക്കും ഒരുമിച്ച് വരുന്നത്. ഏയ്, അതൊന്നും സംഭവിക്കില്ല. ഇത്രയും ദൂരെ ഈ കാടിന് നടുവിലുള്ള ഈ അമ്പലത്തെക്കുറിച്ചും ഇവിടുത്തെ പൂജകളെ കുറിച്ചും ഒക്കെ അവൾ എങ്ങനെ അറിയാനാ? അതെ, ഗാഥാ മാഡം വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നവീന്റെ എന്റെയും ജീവിതത്തില് എന്ത് മംഗളകാര്യം നടക്കാൻ പോയാലും അവിടെ എങ്ങനെയെങ്കിലും അവളെത്തി അത് കൊളാക്കി കയ്യിൽ തരും. അതാണല്ലോ അവളുടെ പതിവ്. അതുകൊണ്ടായിരിക്കും എന്റെ മനസ്സിൽ ഇങ്ങനൊരു പേടി വരുന്നത്. ഇത്തവണ അവൾ ഈ പരിസരത്തെങ്ങാനും വന്നാ ഞാൻ ചുമ്മാ ഇരിക്കുന്ന ആരും കരുതണ്ട. മോളെ, നീ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. കൃഷ്ണ ഇങ്ങോട്ട് വരാനേ പോകുന്നില്ല. നീ ചെന്ന് ഫ്രഷ് ആയിട്ട് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കേ. ചെല്. ഇവന്മാരെ കണ്ടിട്ട് മൊത്തത്തിലൊരു ഡാർക്ക് ഫീലുണ്ട്.
എന്തോ ഉടായ്പ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും കൊട്ടേഷൻ ആയിരിക്കോ? ആ ഹലോ, ആ അതെ, ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക. ഇടയ്ക്ക് ഞങ്ങളുടെ ജീപ്പൊന്ന് കേടായേ. ഇപ്പോഴോ? ഇപ്പൊ കാറിൽ. ആ അതൊരു ടാക്സിയാ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പണി കിട്ടി. ആ അത് ഞങ്ങൾ ശരിയാക്കി കൊടുത്തോളാം. ഇല്ലില്ല, ഒരു ദയം കാണിക്കത്തില്ല. തീർത്തിട്ടേ വരൂ. ആ എല്ലാം കഴിഞ്ഞിട്ടേ വിളിക്കാം. എന്താ നോക്കുന്നേ? ഏയ് ചുമ്മാ. നേരെ നോക്കി വണ്ടി ഓടിക്കടാ. അവിടെ അമ്പലത്തിൽ എന്താ പരിപാടി സാറേ? അതെന്തിനാ നീ അറിയുന്നേ? അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. കൂടുതൽ അന്വേഷണം ഒന്നും വേണ്ട. നീ നിന്റെ ജോലി നോക്കിയാൽ മതി. ഇല്ല പണി കിട്ടും, പറഞ്ഞേക്കാം. ഇവന്മാര് കൊട്ടേഷൻ ടീം തന്നെയാ. ഇത് മിക്കവാറും പണിയാവുന്ന തോന്നുന്നേ. എടി, അത് അർച്ചന ചേച്ചിയല്ലേ? ആ എനിക്കറിയില്ല. അതെ, അത് അർച്ചന ചേച്ചി തന്നെയാ. നിനക്ക് ഓർമ്മയില്ലേ എന്റെ ഒപ്പം പഠിച്ച ആതിര? ആതിരയുടെ ചേച്ചി അത്. ദേ ഞാനിപ്പോ വരാട്ടോ. ചേച്ചി, അർച്ചന ചേച്ചിക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ആരാ? ഞാൻ കൃഷ്ണയാ, ആതിരയുടെ കൂടെ പഠിച്ചത്. അർച്ചന ചേച്ചിക്ക് എന്നെ ഓർമ്മയില്ലേ? പണ്ട് ഞാൻ 2-3 തവണ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. കുട്ടിക്ക് ആള് മാറിയെന്നാ തോന്നുന്നേ. എന്റെ പേര് അർച്ചന എന്നല്ല, സമൃദ്ധ എന്നാ. അപ്പോ ആതിരയുടെ ചേച്ചിയല്ലേ? അല്ല, എനിക്ക് ആതിര എന്നൊരു സഹോദരി ഇല്ല. എന്താടി? അർച്ചന ചേച്ചിയുടെ അതേ മുഖം, പക്ഷേ ആതിരയുടെ ചേച്ചിയല്ലാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു. ആ ഒരാളെ പോലെ ഇരിക്കുന്ന 9 പേരുണ്ടാവുന്ന. ആ അതെന്തെങ്കിലും ആവട്ടെ, നീ വാ. പക്ഷെ മോളിക്കുട്ടി, മര്യാദ കാണിക്കുന്നോടാ. അതെ, റോഡിൽ കൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ?